ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലി കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ മോള് പുറത്തേക്ക് ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജൂലൈ 3-ാം തീയതിയാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ വിസകൾ വരുമോ ഒന്നും ചെയ്തില്ല. 3 പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ 3 പ്രാവശ്യം അത് ക്യാൻസലായി എന്നാണ് അറിയാൻ പറ്റിയത്. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇവർക്ക് കൃപാസനത്തിലെ ഒരു പത്രം കിട്ടുവാനിടയായി. ഞാനത് വായിച്ച് എനിക്കന്നേരം വളരെയധികം സന്തോഷം തോന്നി. എന്നെ സഹായിക്കുവാൻ ഒരമ്മയുണ്ടല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. പക്ഷേ പലതരത്തിലും തടസ്സങ്ങളായതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ഞാൻ ആ പത്രം, എനിക്ക് കാലിന് ഭയങ്കര ഉപ്പൂറ്റിക്ക് വേദനയുണ്ടായിരുന്നു. ഞാൻ ആ പത്രം ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെച്ച് ഞാൻ കിടന്നു. എനിക്ക് അത് സുഖപ്പെട്ടു. എനിക്കത് ഇരട്ടി വിശ്വാസമായി. എനിക്ക് എങ്ങനെയെങ്കിലും വന്നേ തീരൂ എന്നുള്ള ആഗ്രഹമായി. ഞാൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജനുവരി 4-ാം തീയതി വരുവാനിടയായി. ഞങ്ങളൊരു ആദ്യ വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. മോളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് ഞങ്ങൾ അന്ന് പ്രാർത്ഥനയിൽ 4 മണിയായി തിരിച്ചു പോകുമ്പോൾ, അത് കഴിഞ്ഞ് ഫെബ്രുവരി വീണ്ടും 5-ാം തീയതി വന്നു കഴിഞ്ഞ് മോള് തന്നെയാണ് വന്നത്. മോള് വന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആരാധനയിലൊക്കെ സംബന്ധിച്ച് തിരിച്ചു പോയി. വീണ്ടും അവൾക്ക് ഒരാഗ്രഹം 22-ാം തീയതി ഒരു പ്രാവശ്യം കൂടി വരണമെന്ന്. അവൾ 22-ാം തീയതി ഒരു പ്രാവശ്യം കൂടി വന്നു കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കിന്ന് വിസ വന്നെങ്കിൽ മാത്രമേ ഞാനിന്ന് ജലം എൻ്റെ വായിൽ ഇറക്കുകയുള്ളൂ, ഞാൻ തുപ്പൽ പോലും ഇറക്കുകയില്ല എന്ന് അവൾ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അവൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലിങ്ങനെ ഒരു തോന്നൽ, ഫോൺ തുറന്നു നോക്കുന്നു. വേഗം അവൾ ഫോൺ ഓണാക്കി നോക്കിയപ്പോൾ വിസയും ടിക്കറ്റും വന്നിരിക്കുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതും കൂടാതെ എനിക്ക് അതല്ലാതെ വേറൊരു അത്ഭുതം കൂടി ആ മകൾക്ക് സംഭവിച്ചു. ആ മകളുടെ കാലിൽ ഇങ്ങനെ വേദനയൊന്നുമില്ല, ചുമ്മാ ഉള്ളംകാലിൽ ഒരു മുഴ പോലെ, അത് ഒരു 5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ. അത് എന്നെ കാണിച്ച്, അമ്മ ഇത് കണ്ടോ എൻ്റെ കാലിൽ? ഞാൻ പറഞ്ഞു, മോനെ മാതാവിനോട് പ്രാർത്ഥിക്കുക. എന്നാലും അമ്മ ഞാൻ പോവുമല്ലേ, മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ പറഞ്ഞു MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ആയാലും ഞാൻ MRI സ്കാൻ ചെയ്യണില്ല, ഞാൻ തിരിച്ചു വീട്ടിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് മാത്രമേ ഇത് തിരുക്കുമാരനോട് പറഞ്ഞ് ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് അമ്മ തന്നെ മാറ്റിത്തന്നെ, കൊച്ചിന് പോകാനുള്ളതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, വൈകുന്നേരം ഞാൻ കാലിൽ തട്ടി നോക്കിയപ്പോൾ ആ മുഴ കണ്ടില്ല. എത്ര നന്ദിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദിക്ക് മുകളിൽ ഒരു വാക്കുണ്ടോയെന്നും അറിയില്ല. 1000 നന്ദി.